ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കുറേ നാളായി നമ്മൾ ക്ലാസ്സുകളൊക്കെ ഇടാനായിട്ട് ലാഗാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നോർമൽ പാൻറ്റാണ്. അപ്പോൾ അതിനായിട്ട് 4 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ ഞാൻ കറക്റ്റ് തരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് ബിസി ആയത് കൊണ്ടാണ് ഒത്തിരി ലാഗാവുന്നത്. അപ്പോൾ ഞാനിവിടെ മീതെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. മീതെ നിന്ന് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്, ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഫോൾഡിൻ്റെ അവിടെ നിന്ന് ഒരിക്കലും മാർക്ക് ചെയ്യരുത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ. കാരണം താഴത്തെ ക്ലോത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ മീതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പാൻറ്റിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. 12 ഇഞ്ചാണ് ഞാനിവിടെ അരവണ്ണം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ അളവെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് വരെ കൂടുതൽ ഇട്ട് കൊടുക്കുക ലൂസിന് വേണ്ടിയിട്ട്. അങ്ങനെ 12 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം താഴേക്ക് ഒരു 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിന് 2 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ക്രോച്ച് ലെങ്ത്ത് 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ നോർമലി ഒരു സ്റ്റാൻഡേർഡ് അളവെന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെയാണ് കാണുക എന്നുണ്ടെങ്കിൽ അരവണ്ണം എത്രയാണോ അതിൻ്റെ 1/3 ഭാഗമാണ് ക്രോച്ച് ലെങ്ത്തായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്നും സീറ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക. അതായത് നമ്മൾ 12 ഇഞ്ചാണല്ലോ അരവണ്ണം എടുത്തിട്ടുള്ളത്, അതിനേക്കാൾ ഒരു 2-2.5 ഇഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീറ്റ് റൗണ്ടായിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്നും സീറ്റ് റൗണ്ട് 14 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 12 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. നമ്മൾ മേലെ അരവണ്ണം മാർക്ക് ചെയ്തില്ലേ, അതേ സെയിം അളവ് തന്നെ താഴെ ക്രോച്ച് ലെങ്ത്തിൻ്റെ എൻ്റെ എവിടെയാണോ അവിടെയും 12 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കാറില്ലേ, അതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനല്ല കേട്ടോ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അരവണ്ണം മാർക്ക് ചെയ്തു. അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു ഇലാസ്റ്റിക് ഇടാൻ. അവിടെ നിന്നും ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ക്രോച്ച് ലെങ്ത്ത് എവിടെയാണോ അവസാനിച്ചത് അവിടെ സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് എന്നൊക്കെ പറയും. അത് മാർക്ക് ചെയ്തു. ജസ്റ്റ് ഒരു കർവ് കൊടുത്തു. കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കർവ് കൊടുത്തു. ഇനി ഇവിടെ ഞാൻ ബോട്ടം റൗണ്ടാണ്, നമ്മുടെ ആംഗിൾ ലൂസാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. ഇനി മീതേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ഇഞ്ചിലാണ് ഇവിടെ മടക്കി തയ്ക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഈ ചെരിച്ച് വരക്കുന്നത് നമ്മൾ കാലിൻ്റെ അവിടെ കണ്ടിട്ടുണ്ടാവും, ഒന്ന് പൊങ്ങി നിൽക്കുന്നത്. ആ ഒരു മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പൊങ്ങി നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെരിച്ച് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മൾ കറക്റ്റ് അളവിലേക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സാധാ പാൻറ്റ്, നോർമൽ പാൻറ്റ്, സ്ട്രെയിറ്റ് പാൻറ്റ് എന്നൊക്കെ പറയാം ഇതിന്. ഇതേ സെയിം തന്നെയാണ് നമ്മൾ പലാസ പാൻറ്റ് ചെയ്യുന്നതും. പലാസ പാൻറ്റ് നമ്മൾ ആംഗിൾ ലൂസ് ഒരു 10 ഇഞ്ചിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ലൂസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ലൂസ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം അളവ് തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം ഈ ഒരു 2 ഇഞ്ചിൻ്റെ അവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നില്ല, ആ ഭാഗത്തുനിന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.